ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പാചകം ഒന്നുമല്ല കേട്ടോ ഇട്ടിരിക്കുന്നത്. ഇന്ന് പാചകമായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് സാധാരണ നമ്മൾ സെറ്റ് സാരി, സെറ്റ് മുണ്ടൊക്കെ വാങ്ങി ഉപയോഗിക്കാറുണ്ടല്ലോ. അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ നമ്മൾ പ്രത്യേകിച്ച് അമ്പലത്തിൽ പോകുമ്പോഴൊക്കെയാണല്ലോ നമ്മൾ സെറ്റ് സാരി, സെറ്റ് മുണ്ട്, അല്ലെങ്കിൽ ഓണം, വിഷു ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമ്മൾ മിക്കവാറും സെറ്റ് സാരിയും സെറ്റ് മുണ്ടൊക്കെ അല്ലേ ഉപയോഗിക്കുക. അങ്ങനെ ഈ സെറ്റ് സാരി, സെറ്റ് മുണ്ടൊക്കെ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഫെയ്ഡായി അതിൻ്റെ ആകെ ഒരു വൃത്തികേടാവും അല്ലേ? ആകെ അലഞ്ഞ് കൊലഞ്ഞ് ആകെ അലങ്കോലാവും. സാരി ആയാലും സെറ്റ് മുണ്ടായാലും ഒരു വൃത്തി ഉണ്ടാവില്ല. നമുക്ക് ഉടുക്കാൻ തോന്നില്ല. അതിൻ്റെ കളറൊക്കെ പോയിട്ട് അതിൻ്റെ സ്റ്റിഫ്നെസ്സൊക്കെ നഷ്ടപ്പെട്ട് നമുക്കതൊരു ഭംഗിയില്ലാന്ന് തോന്നും. അപ്പം നമ്മളത് കുറേ നാളിങ്ങനെ ഉടുക്കാൻ നമുക്ക് തോന്നാതെ നമ്മളങ്ങട് വെച്ചിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ആ സാരി, സെറ്റ് മുണ്ടൊക്കെ നമുക്ക് പുതുപുത്തനാക്കി എടുക്കാം കേട്ടോ. നല്ല ഭംഗിയാക്കി നമുക്ക് വീണ്ടും ഉപയോഗിക്കത്തക്ക വണ്ണം നമുക്ക് നല്ല ഭംഗിയിൽ നമുക്ക് ആ സെറ്റ് സാരി ആയാലും സെറ്റ് മുണ്ടായാലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ പഴയ സാരികളൊക്കെ എങ്ങനെയാണ് പുതിയതാക്കി എടുക്കുക നമുക്ക് നോക്കാം. എൻ്റെ കയ്യിലുള്ള കുറച്ച് സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെയാണ് കേട്ടോ. ഇതൊരു സെറ്റ് മുണ്ടാണ്. ഇതൊരു പഴയ സെറ്റ് മുണ്ടാണ്. ഇതിൻ്റെ കളറൊക്കെ പോയി അതിൻ്റെ ആകെ സ്റ്റിഫ്നെസ്സൊക്കെ നഷ്ടപ്പെട്ടു. ആകെ അഴഞ്ഞു കുഴഞ്ഞ മാതിരിയായി. ഇത് കസവ് മാത്രമുള്ള ഒരു സെറ്റ് മുണ്ടാണ് കേട്ടോ. അതും കുറച്ച് നാൾ ഉടുത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കളറൊക്കെ മങ്ങി അതിൻ്റെ സ്റ്റിഫ്നെസ്സൊക്കെ നഷ്ടപ്പെട്ടു. ഉടുക്കാൻ നമുക്ക് തോന്നില്ല ഇത് കാണുമ്പോൾ. കീറിയിട്ടുമില്ല, തുണി കീറിയിട്ടുമില്ല, അധികം അങ്ങനെ പഴക്കവുമില്ല. അങ്ങനത്തെ ഒരു സെറ്റ് മുണ്ടാണ് കേട്ടോ ഇത്. അതുപോലെ ഒരു സെറ്റ് സാരി, നല്ല സെറ്റ് സാരിയാണ് കേട്ടോ അത്. ഇതിൻ്റെ പല്ലുമൊക്കെ നല്ല ഭംഗിയുള്ളതാണ്, നല്ല ഭംഗിയുള്ള പല്ലുവാണ് ഇതിൻ്റെ. ഇതുപോലെ തന്നെ കുറച്ച് നാൾ ഉടുത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കളറൊക്കെ പോയി അതിൻ്റെ സ്റ്റിഫ്നെസ്സൊക്കെ നഷ്ടപ്പെട്ടു. ഒരു വൃത്തിയില്ലാണ്ടായി, കാണാനൊരു ഭംഗിയില്ലാണ്ടായി, നമുക്കത് ഉടുക്കാൻ തോന്നാതെയായി. അപ്പോൾ അങ്ങനെയുള്ള ഈ സാരി സെറ്റ് മുണ്ടൊക്കെ നമുക്ക് എങ്ങനെയാണ് പുതിയതാക്കി എടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് മൈദമാവ് എടുക്കണം കേട്ടോ. ഒരു സെറ്റ് സാരിക്ക് ഒരു 10-15 ഗ്രാം വേണ്ടി വരും കേട്ടോ. ഒരു വലിയ കുഴി നിറച്ചിട്ട് ഒരു സെറ്റ് സാരിക്ക്. അതേ കണക്കിന് തന്നെ ഒരു സെറ്റ് മുണ്ടിനും. സെറ്റ് മുണ്ട് രണ്ടെണ്ണം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് 2 കുഴി നിറച്ച് ഞാൻ മൈദമാവ് എടുത്തു. നല്ലപോലെ ഒന്ന് മൈദമാവ് മിക്സ് ചെയ്തു. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. നല്ലപോലെ കട്ടയില്ലാണ്ട് കലക്കിയെടുക്കണം കേട്ടോ. ഒരു ഹാൻഡ് വിക്സ് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ കട്ടയില്ലാണ്ട് നമുക്കിങ്ങനെ ഉടച്ചെടുക്കണം. ഹാൻഡ് വിസ്ക് ആകുമ്പോൾ നമുക്കിങ്ങനെ കട്ടയില്ലാണ്ട് ഇങ്ങനെ നല്ലപോലെ കട്ടയില്ലാണ്ട് ഉടഞ്ഞ് കിട്ടും. കൂടുതലൊക്കെ ആകുമ്പോൾ എങ്ങനെയെങ്കിലും അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ചിരിക്കും, കൈ കൊണ്ടായാലും. അതിൻ്റെ കട്ടയൊക്കെ ഉടഞ്ഞ് കഴിഞ്ഞു കേട്ടോ. നല്ലപോലെ ഞാൻ വീണ്ടും എന്നിട്ട് ഒരു കുഴൽ വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ കട്ടയൊക്കെ കളഞ്ഞെടുത്തു കേട്ടോ. നല്ല വൃത്തിയായിട്ട് എടുത്തു. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ധാരാളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. മൈദമാവല്ലേ, അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്കും അത് കട്ടയാവാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടിയും ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനത് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. ഒരുപാട് തിളപ്പിച്ച് അങ്ങനെ കുറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി. തിള വരാൻ തുടങ്ങുമ്പോൾ തന്നെ അത് കട്ടയാവാൻ തുടങ്ങും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. മൈദമാവല്ലേ, ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ അത് കട്ടയാവും. എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അതിങ്ങനെ കട്ടയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ? തിളച്ച് കുറുക്കേണ്ട ആവശ്യമില്ല. തിള വരാൻ തുടങ്ങിയാൽ മതി. തിള വരാൻ തുടങ്ങുമ്പോഴേക്കും അത് നല്ല കുറുതായിട്ട് വരും. എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. തിള വരാൻ തുടങ്ങി, നല്ലപോലെ ഇങ്ങനെ കുറുതായി വന്നു. അപ്പോൾ ഞാൻ അതിന് ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ഇത്രയ്ക്കേ ആവശ്യമുള്ളൂ, കുറുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു. എന്നിട്ട് അത് കഴിഞ്ഞ് ചൂടാറിയപ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് പകർത്താം കേട്ടോ. അതിനുശേഷം നമുക്ക് ആ തുണികൾ കഴുകിയെടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു വട്ടത്തിലുള്ള ഒരു ബാൽറ്റിയാണ് കേട്ടോ ഞാൻ എടുത്തത്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റ് പൗഡർ കൊണ്ട് നമുക്ക് കഴുകിയെടുക്കാം.
അതൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് സാധാരണ തുണികൾ കഴുകുന്ന മാതിരി കോട്ടൺ തുണിയല്ലേ, കോട്ടൺ തുണി ആയതുകൊണ്ട് നമുക്ക് ഡിറ്റർജൻറ്റ് പൗഡർ കൊണ്ട് കഴുകിയെടുക്കാമല്ലോ. തുണികളെല്ലാം മുക്കി നമ്മൾ നല്ല പോലെ കഴുകി നല്ല പോലെ വൃത്തിയാക്കി ആ ചെളിയുള്ള ഭാഗമൊക്കെ കൈ കൊണ്ട് തന്നെ തിരുമ്മി എടുത്തു കേട്ടോ. കൈ കൊണ്ട് തന്നെ നല്ല പോലെ ഉരച്ച് കഴുകിയെടുത്തു. വാഷിംഗ് മെഷീനിലൊന്നും ഇടുന്നില്ല കേട്ടോ, വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കഴുകിയെടുക്കുകയാണ്. ബാൽറ്റിയിൽ ഇട്ടിട്ട് ഞാൻ നല്ല പോലെ വെള്ളമൊഴിച്ച് നല്ല പോലെ 3-4 പ്രാവശ്യം വെള്ളമൊഴിച്ച് അലമ്പി നല്ല പോലെ വൃത്തിയാക്കി കഴുകി കുടഞ്ഞ് നമുക്ക് കൊണ്ടുവരാം. അതിന് ശേഷം നമുക്കൊരു ചെറിയൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, സാധാരണ നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, അതിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് കലക്കിയെടുക്കണം. ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ അതിൻ്റെ കട്ടയൊക്കെ ഉടച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ കലക്കിയെടുക്കാം. നല്ലപോലെ കലക്കിയതിന് ശേഷം നമുക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഒരു അരിപ്പയിലേക്ക് നമ്മൾ അരിച്ചൊഴിക്കുകയാണ്. കാരണം അത് തുണികളിലൊക്കെ മുക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ചിരിക്കും അരിച്ചില്ലെങ്കിൽ. അതുകൊണ്ടാണ് നമ്മൾ നല്ലപോലെ അങ്ങനെ അരിച്ചെടുക്കുന്നത്. നല്ലപോലെ അരിച്ചെടുത്തു. അപ്പോൾ അതിൻ്റെ ജ്യൂസായ മാത്രമേ വേണ്ടൂ, അതിൻ്റെ ചണ്ടി നമുക്ക് വേണ്ട കേട്ടോ. അത് നമുക്ക് കഞ്ഞിവെള്ളത്തിൽ കലക്കിയിട്ട് പച്ചമുളകിനോ പച്ചക്കറി ചെടികൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് വെള്ളം മാത്രം, നമുക്ക് ജ്യൂസ് മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ. അതിൻ്റെ ചണ്ടി നമുക്ക് പച്ചക്കറികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഞാനതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം ഞാനിങ്ങനെ അരിച്ചെടുത്തു. അതിനുശേഷം നമുക്ക് തുണികൾ കഴുകി വെച്ചത് നമുക്കിനി പിഴിഞ്ഞെടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ മൈദമാവ് കലക്കി വെച്ചിരുന്നത് ഒന്ന് ചൂടാറി കേട്ടോ. ചൂടാറിയതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു തുണി മുക്കാൻ എത്രയോ വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു തുണി മുക്കാനുള്ളത് കണക്കാക്കി ഞാനത് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു സ്പൂണ് നമ്മൾ മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, മഞ്ഞൾപ്പൊടി കലക്കിയതും കൂടി ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്തു കേട്ടോ. മഞ്ഞൾപ്പൊടി കലക്കിയതും മൈദമാവും കൂടി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന തുണി നല്ലപോലെ കുടഞ്ഞ് നമുക്കിതിൽ മുക്കിയെടുക്കാം. അങ്ങനെ മുക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഉള്ളിൽ കുത്തുന്ന ഭാഗം ഉണ്ടല്ലോ, ആ കുത്തുന്ന ഭാഗം കുറച്ചെടുത്തിട്ട് നമ്മളൊന്ന് മുക്കി ഒന്ന് പിഴിഞ്ഞ് നോക്കണം അതിൻ്റെ കളർ എങ്ങനെയുണ്ട് എന്നുള്ളത്. കളറ് കൂടുതലാണെങ്കിൽ നമുക്ക് ആ കലക്കി വെച്ചിരുന്ന് മാറ്റി കുറച്ച് മൈദമാവ് മിക്സ് ചെയ്യുക. അത് കുറവാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം കൂടി നമുക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്ക് എത്ര കളറ് വേണം അതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആ തുണി അതിൽ മുക്കി നല്ല പോലെ പിഴിഞ്ഞ് കുടഞ്ഞെടുക്കണം കേട്ടോ. എനിക്ക് ഈ കളറ് പാകം തോന്നി, ഞാൻ ആ കളറ് പാകമായപ്പോൾ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് തുണി അതിലൊരു സെറ്റ് മുണ്ട് മുക്കി നല്ല പോലെ കുടഞ്ഞ് അതിൽ മുക്കി നല്ല പോലെ പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. നല്ല പോലെ പിഴിഞ്ഞിട്ട് നമുക്ക് കുടഞ്ഞ് തോരയിടണം. കണ്ടോ, ഞാൻ ഒരെണ്ണം മുക്കിയതും ഒരെണ്ണം മുക്കാത്തതും കണ്ടോ, സാമ്പിൾ കാണിച്ചില്ലേ നിങ്ങളെ. അപ്പോൾ മുക്കിയതിൻ്റെ കളർ നിങ്ങൾക്ക് കണ്ടില്ലേ, അതൊന്നും മുക്കാത്തതാണ്. ഇനി അത് വീണ്ടും കുറച്ച് മൈദമാവും വീണ്ടും നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം കേട്ടോ. ഒരു തുണി മുക്കി കഴിയുമ്പോഴും നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് മൈദമാവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് തുണികൾ എല്ലാം നമുക്ക് ഇതുമാതിരി നമ്മുടെ ആവശ്യത്തിന് കളർ അനുസരിച്ച് നമുക്ക് മുക്കി നല്ലപോലെ കുടഞ്ഞ് നമുക്ക് ഷെയ്ഡിൽ നമുക്ക് ഉണക്കിയെടുക്കണം കേട്ടോ. ഒരുപാട് നല്ല വെയിലത്തിട്ട് ഉണക്കരുത്, ഒരു ഷെയ്ഡിൽ വേണം നമുക്കിത് അങ്ങനെ ഉണക്കിയെടുക്കാൻ. നല്ല പോലെ കുടഞ്ഞ് അതിൻ്റെ ചുളിവുകളൊക്കെ തീർത്ത് നമുക്ക് നല്ല പോലെ കുടഞ്ഞ് തോരയിടണം. ഞാനതുപോലെ സാരിയാണ് അങ്ങനെ കുടഞ്ഞ് തോരയിട്ടത്. അതിനുശേഷം സെറ്റ് മുണ്ടൊക്കെ തുടഞ്ഞ് തോരയിട്ടു കേട്ടോ. അത് നല്ലപോലെ ഉണങ്ങുമ്പോൾ നമുക്ക് അയൺ ചെയ്തെടുക്കാം. ഞാനിങ്ങനെ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള സെറ്റ് മുണ്ടും സെറ്റ് സാരികളൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.